കരുവന്നൂർ കള്ളപ്പണക്കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ കൊച്ചി കലൂർ PMLA കോടതിയിൽ ഹാജരായി. കേസിൽ 68-ാം പ്രതിയാണ് CPM. പാർട്ടിയെ പ്രതിനിധീകരിച്ച് ജില്ലാ സെക്രട്ടറി ഹാജരാകണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ജിജീഷ് കരുണാകരൻ വിവരങ്ങൾ നൽകും. ജിജീഷ്, പാർട്ടി അതിന്റെ സംഘടനാ സംവിധാനം ഒക്കെ ഉപയോഗപ്പെടുത്തി നടത്തിയ വലിയ തട്ടിപ്പാണല്ലോ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എന്നത്. അപ്പോൾ CPMന്റെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അടുത്തിടെ ഇതേ കോടതിയിലെത്തി ജാമ്യം എടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണോ ജില്ലാ സെക്രട്ടറി നേരിട്ട് എത്തിയത്? ഗൗതം, CPM ഈ ഒരു കരുവന്നൂർ കള്ളപ്പണ കേസിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ നിയമ നീക്കങ്ങളെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് കോടതി ശക്തമായ തുടർ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദറിന് ഇന്ന് കോടതിയിൽ ഹാജരാകേണ്ട വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 4-ാം തീയതിയാണ് ഇതിനു മുമ്പ് കേസ് പരിഗണിച്ചത്. അന്ന് കെ രാധാകൃഷ്ണൻ MP അടക്കമുള്ള നേതാക്കൾ നേരിട്ട് ഹാജരായി ജാമ്യം എടുത്തിരുന്നു. കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തു. എന്നാൽ കേസിൽ 68-ാം പ്രതിയാണ് CPM എന്ന പാർട്ടി. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ രണ്ടാമത്, ഒരുപക്ഷെ AAPക്ക് ശേഷം രണ്ടാമത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടി നേരിട്ട് കേസിൽ ഉൾപ്പെടുന്നതും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നിയമ നടപടികൾക്ക് വിധേയമാകുന്നതും എല്ലാം തന്നെ ഒരു ചരിത്രം തന്നെയായി മാറിയ സംഭവമായിരുന്നു. അങ്ങനെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ജില്ലാ സെക്രട്ടറി തന്നെ ഹാജരാകണമെന്ന കർശനമായ നിർദ്ദേശം കഴിഞ്ഞ തവണ കോടതി നൽകി. ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, ഏതെങ്കിലും ഒരു പ്രതിനിധി പങ്കെടുക്കണം, അത് ജില്ലാ സെക്രട്ടറി തന്നെ ആയിരിക്കണം എന്നൊരു നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത്. തുടർ നടപടികളുടെ ഭാഗമായി കോടതി നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല CPMന് വേണ്ടി ജില്ലാ സെക്രട്ടറിയാണ് ജാമ്യമെടുക്കുകയും ചെയ്യേണ്ടത്. വളരെ കൃത്യമായി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ പലതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കരുവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് CPM പാർട്ടി തലത്തിൽ ഈ കേസുമായി ബന്ധപ്പെടുന്നത്, എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത്, വായ്പകൾ അനുവദിക്കുന്നതിന് പ്രത്യേകമായി തന്നെയുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് പാർട്ടി തലത്തിൽ തന്നെയുള്ള തീരുമാനങ്ങളുണ്ടായിരുന്നു. അതിനുള്ള നിർദ്ദേശങ്ങൾ അതാത് ജില്ലാ സെക്രട്ടറിമാർ, ആ കാലങ്ങളിലുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറിമാരാണ്, കെ രാധാകൃഷ്ണൻ അടക്കമുള്ള ജില്ലാ സെക്രട്ടറിമാരായിരുന്നു കൈമാറുകയും ചെയ്തിരുന്നത്. അത്തരം തെളിവുകളെല്ലാം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി തന്നെ പാർട്ടിയെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് CPMനെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റപത്രം കലൂർ PMLA കോടതിയിൽ സമർപ്പിക്കുന്നത്. എന്നാൽ അതിനുശേഷവും നേതാക്കൾ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്ന നടപടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. തുടർന്നാണ് കോടതി രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ തെളിവുകൾ ഏറ്റവും സുപ്രധാനമാണ് എന്ന് വിലയിരുത്തുകയും ചെയ്തത്. ഗൗതം, ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.